ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. നമസ്കാരം പ്രിയജനങ്ങളെ, ലളിത സാഹസ്രകത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഒരു 2 ആഴ്ചത്തെ ഇടവേളയുണ്ടായിരുന്നു. ഒഴിച്ചുകൂടാനാവാത്ത ചില തിരക്കുകളായിരുന്നു. വീണ്ടും നമ്മുടെ നാമത്തിലേക്ക് വന്നിരിക്കുകയാണ്. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലെ 15-ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവത്ഗീതായ കർമ്മയോഗോ നാമ്നേ തൃതീയോധ്യായേ പഞ്ചാദശ ശ്ലോകഃ. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. കർമ്മമാണെങ്കിൽ ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ബ്രഹ്മമാകട്ടെ അക്ഷരത്തിൽ നിന്നുണ്ടാവുന്നു. അക്ഷരത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ അറിവ്, വേദം ഇങ്ങനെയൊക്കെ എടുക്കാട്ടോ. അതുകൊണ്ട് സർവപ്രകാശമായിട്ടുള്ള ബ്രഹ്മം എപ്പോഴും യജ്ഞത്താലാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത്. നാമത്തിലേക്ക് വരാം. നാമം 529. സർവവർണോപശോഭിത. സർവവർണ്ണങ്ങൾക്കും ഉപരിയായിട്ട് ശോഭിച്ചിരിക്കുന്ന ദേവിയെ സർവവർണോപശോഭിത എന്ന് വിശേഷിപ്പിക്കുന്നു. എല്ലാ വർണ്ണങ്ങളിലും ശക്തിമത്തായിട്ട് ശോഭിച്ചുകൊണ്ടിരിക്കുന്നവൾ, എല്ലാ വർണ്ണങ്ങൾക്കും മീതെയായിട്ട് ശോഭിക്കുന്നവൾ, എല്ലാ വർണ്ണങ്ങൾക്കും അതീതയായിട്ടുള്ളവൾ, വ്യത്യസ്തമായിട്ടുള്ള ആകൃതിയിൽ പ്രകാശം ചൊരിയുന്നവൾ, അങ്ങനെ വ്യാഖ്യാനങ്ങൾ നിരവധിയുണ്ട്. പക്ഷേ ഇതിനൊക്കെ വേണ്ടത് എന്താണ്? ഒരു മൂലധാതുവാണ്, അല്ലേ? ആ മൂലധാതുവിൽ നിന്നാണ് ഇങ്ങനെയുള്ള വിവിധോദ്ദേശ വർണ്ണങ്ങൾ നിലകൊള്ളുന്നത്. വർണ്ണം എന്നാൽ അക്ഷരം എന്നൊരർത്ഥമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അക്ഷരവർഗങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് നോക്കാം. എവിടെയെല്ലാം അക്ഷരമാലകളുണ്ടോ അവിടെയെല്ലാം ശക്തിമത്തായിക്കൊണ്ട് ശോഭിക്കുകയാണ് പരാശക്തി. അവിടെ മലയാളവും സംസ്കൃതവും മാത്രമേ ഉള്ളൂ എന്നൊന്നുമില്ല. അതിലാവട്ടെ അകാരം, ഉകാരം, അകാര വർണ്ണങ്ങളായിട്ടുള്ള പ്രണവം വരെ ഉൾപ്പെടുന്നു. അക്ഷരവർഗങ്ങളെ സ്വരം, വ്യഞ്ജനമെന്നും അതിൽ തന്നെ കണ്ഠ്യം, താലവ്യം, മൂർധന്യം, ദന്ത്യം, ഓഷ്ഠ്യം എന്നിങ്ങനെയൊക്കെ തരംതിരിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അക്ഷരമാലയുടെ മൊത്തം വർണ്ണനയായിട്ട് കൂടെ ഈ നാമത്തിനെ കണക്കാക്കണം. ഏതിനും ഒരു കൂട്ടവും ആ കൂട്ടത്തിന് ഒരു അധിപൻ, പിന്നെ കൂട്ടങ്ങൾക്കെല്ലാം കൂടെ മറ്റൊരു അധിപൻ, ശേഷം മൊത്തം അതിനായിക്കൊണ്ട് മറ്റൊരു നായകൻ. അങ്ങനെ നമ്മുടെ ഭരണവ്യവസ്ഥിതി പോലെ അക്ഷരങ്ങളെയും തരംതിരിച്ചിട്ടുണ്ട്. ഇവിടെയെല്ലാം സമന്വയിപ്പിച്ച ആ പരബ്രഹ്മഭാവത്തെ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. ധാതുവുമായിട്ട് സമന്വയിപ്പിക്കുമ്പോഴും സൃഷ്ടിയുടെ ഈ ബിന്ദു എല്ലാ തരങ്ങളെയും സൃഷ്ടിക്കുവാൻ പര്യാപ്തമാണ് എന്ന് പറയുന്നു. സമൂഹത്തിലെ നാനാ തുറകളിലുള്ള ജനവിഭാഗങ്ങൾ ഈ ബിന്ദുവിൻ്റെ മാത്രം സംഭാവനയാണ്. അവിടെ ഇന്ന വർഗത്തിനായിട്ട് മാത്രം കുടികൊള്ളുന്ന ദേവി എന്നല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ചോ എല്ലാ വർണ്ണങ്ങളും ആ ധാതുവിലെ ദേവ്യംശത്തിൻ്റെ സാന്നിധ്യമാണ് എന്നാണ് പറയുന്നത്. വർണ്ണത്തിന് അങ്ങനെ ഒരു സൂചനയുമുണ്ട്. ജാതി മതവർഗ ചിന്തകൾക്ക് അതീതമാണ് ശക്തി, അല്ലെങ്കിൽ നാം ആരാധിക്കുന്ന ദേവി. കഠോപനിഷത്തിലെ ഈ ശ്ലോകം നോക്കൂ. യഥോദകം ദുർഗേ വൃഷ്ടം പർവ്വതേഷു വിധാവതി ഏവം ധർമാൻ പൃഥക് പശ്യം സ്ഥാനേവാനുവിധാവതി. ഇപ്രകാരം ദുർഘടമായിട്ടുള്ള പർവ്വതങ്ങളിലും മറ്റും പതിക്കുന്ന മഴവെള്ളം അവിടെ തങ്ങി നിൽക്കാതെ ചിതറിത്തെറിക്കുന്നുവോ, അപ്രകാരം ഒരേ പരമാത്മാവിൽ നിന്ന് ഉദ്ഭവിച്ച മനുഷ്യൻ പരമാത്മാവിനെ പ്രത്യേകം വിഭാവനം ചെയ്തുകൊണ്ട് ചിതറിത്തെറിക്കുന്ന ജലത്തിൻ്റെ തുല്യം വ്യത്യസ്ത യോനികളിൽ സത്യമറിയാതെ അലഞ്ഞു നടക്കുന്നു. അങ്ങനെയുള്ള ഈ പരമാത്മാവ് തന്നെയാണ് സർവവർണ്ണത്തിനും അതീതമായിട്ട് ശോഭിക്കുന്നത്. ചക്രത്തിൻ്റെ സംജ്ഞയിൽ ശിരസ്സിനെ വ്യാഖ്യാനിക്കുകയാണ്. ശിരസ്സാണ് സർവനിയന്താവ് എന്ന് പറയുന്നു. അവിടെയുള്ളതോ പ്രജ്ഞയാണ്. പ്രജ്ഞയാണെങ്കിൽ വർണ്ണാതീതമാണ്. അതിന് ഇന്ന വർണ്ണമെന്നോ ഇന്ന അവർണ്ണമെന്നോ എന്നുള്ള ഭേദമൊന്നുമില്ല. ഏതും ചേർന്ന് പോകുന്നതിനായിട്ട് സജ്ജമാണത്. ഭക്തിഭാവനയിൽ സഹസ്രദളങ്ങളുള്ള താമരപ്പൂവിൽ അമരുന്ന ദേവി മറ്റെല്ലാ ദേവിമാരാലും സേവിതയായിക്കൊണ്ടാണ് വർത്തിക്കുന്നത് എന്ന് പറയുന്നു. അവിടെ ദേവിക്ക് ഇന്ന നിറമാണ് പഥ്യമെന്ന് എടുത്തു പറയാനാവില്ല എന്നാണ് വിശേഷിക്കുന്നത്.
അല്ലെങ്കിൽ ഏതൊക്കെ വർണ്ണങ്ങളുണ്ടോ ആ വർണ്ണങ്ങളുടെ എല്ലാം അധിപയായിക്കൊണ്ടാണ് ദേവി ശോഭിക്കുന്നത്. അന്നേരം ഓരോരോ ധാതുക്കൾക്ക് വർണ്ണങ്ങൾ പ്രദാനം ചെയ്യുന്ന ദേവി സർവവർണ്ണോപശോഭിതയായിട്ടാണ് നിലകൊള്ളുന്നത്. ഒപ്പം തന്നെ സേവിക്കുന്ന ദേവിമാരോട് തുല്യ പ്രീതിയുള്ളവളുമാണ് നമ്മുടെ പരാശക്തി എന്നും വിഭാവനം ചെയ്യണം. നമ്മോട് അവസാനിപ്പിക്കാം. നാമത്തിലെ ചിന്ത വർണ്ണങ്ങൾക്കും വർണ്ണനകൾക്കും അതീതമായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട്. നമസ്കാര ശബ്ദം. ഓം സർവവർണ്ണോപശോഭിതായൈ നമഃ. നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി.